ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏപ്രിൽ 15 മുതൽ 30 വരെയുള്ള കറണ്ട് അഫെയർ ആണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടുലുക്ക അധികാരമേറ്റു. കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് കേട്ടോ. അവരുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടുലുക്ക അധികാരമേറ്റു. അടുത്തത് 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോ 75-ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. അപ്പോൾ ഇത് നോക്കി വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ 75-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 32 അംഗരാജ്യങ്ങളാണ് നാറ്റോയിൽ ഇപ്പോൾ ഉള്ളത്. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോ 75-ാം വാർഷികം ബ്രസൽസിലാണ് ആഘോഷിച്ചത്. അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബൽക്കീസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണിത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായിട്ട് ജമ്മു കാശ്മീർ സ്വദേശി ബൽക്കീസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് ആര്? ഇവർ, അതായത് ബൽക്കീസ് മീർ എന്ന് പറയുന്നത്. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായിട്ട് ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ബൽക്കീസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് ഇവർ. അതൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതനായി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതനായിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. ഒന്ന് നോക്കി വെച്ചേക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ ആണ് നിലവിൽ വന്നത്. എവിടെ നിലവിൽ വന്നേ? രാമേശ്വരത്താണ് നിലവിൽ വന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂരാണ്. രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഓക്കെ, അടുത്തത് നോക്കാം. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് ഒന്നാം സ്ഥാനത്ത്. ആരാണ്? ബെർണാഡ് അർണാൾട്ട് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. 2-3 സ്ഥാനത്ത് ആരൊക്കെയാണ്? എലോൺ മസ്ക്, ജെഫ് ബസോസ് എന്നിവരാണ് 2-3 സ്ഥാനങ്ങളിൽ. ഒന്നുകൂടി നോക്കാം. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് ഒന്നാം സ്ഥാനത്തെത്തി. എലോൺ മസ്ക്, ജെഫ് ബസോസ് എന്നിവരാണ് 2-3 സ്ഥാനങ്ങളിൽ ഉള്ളത്. അടുത്ത കറണ്ട് അഫെയർ നോക്കാം. ആണവ വാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം, പേരെന്താ? അഗ്നി പ്രൈം ആണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിക്കുകയുണ്ടായി. ആണവ വാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അതൊന്നും നോക്കി വെച്ചേക്കണേ, നല്ലൊരു കറണ്ട് അഫെയർ ആണത്. അഗ്നി പ്രൈം ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര്? ദേവിക. അത് നോക്കി വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര്? ദേവിക. ആരാണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര്? ദേവിക. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ വംശജനായ പവൻ ദൗലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായി. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ വംശജനായിട്ടുള്ള പവൻ ദൗലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായി. എന്താണ്? ഇന്ത്യൻ വംശജനായ പവൻ ദൗലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായി. ഓക്കെ, അടുത്തത്, 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന് ലഭിച്ചു. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന് ലഭിച്ചു. അടുത്തത്, മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണെന്ത്? ദോസ്തി 16. ആരൊക്കെയാണ് നടത്തിയത്? ഇന്ത്യയുടെ ഏറ്റവും താഴെയുള്ള 2 കാര്യങ്ങളാണ് അല്ലേ? മാലിദ്വീപും ശ്രീലങ്കയും ഇന്ത്യയും എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണെന്ത്? ദോസ്തി 16. അപ്പോൾ ഇവർ 3 പേരും ദോസ്താണെന്ന് ഓർത്താൽ മതി. ദോസ്തി 16 ആണ് സൈനിക അഭ്യാസത്തിന്റെ പേര്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്ക വേദിയാകും. ഓർത്തു വെച്ചേക്കാം. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്ക വേദിയാകും. എന്തിനു വേണ്ടിയിട്ട്? 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിനാണ് ശ്രീലങ്ക വേദിയാകുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. എന്താണ്? ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി.
ഉറുഗ്വായിലെ കോളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത്. ഇനി പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ആർക്ക് ലഭിച്ചു? KR മീരയ്ക്ക് ലഭിച്ചു. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ആർക്ക് ലഭിച്ചു? KR മീരയ്ക്ക് ലഭിച്ചു. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിക്കുകയുണ്ടായി. അപ്പൊ നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുക, കലാമണ്ഡലം രവീന്ദ്രൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലയാണ്? കൂടിയാട്ടം കലാകാരനാണ് ആര്? കലാമണ്ഡലം രവീന്ദ്രൻ. അദ്ദേഹം ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. 2023 അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുള്ളത്? ഭൗതികശാസ്ത്ര നോബൽ കിട്ടിയിട്ടുള്ളത്. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. ഞാൻ തെറ്റി പറഞ്ഞു സംശയം. 2013 കേട്ടോ നോബൽ. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ഉപജ്ഞാതാവുമായിട്ടുള്ള പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. നോബൽ സമ്മാനം ലഭിച്ച വർഷം ഓർക്കുക, 2013 ഭൗതികശാസ്ത്രത്തിന് നോബൽ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു? ഹിഗ്സ് ബോസോണിന്റെ കണം. ഹിഗ്സ് ബോസോൺ അതായത് ദൈവകണം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? പീറ്റർ ഹിഗ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.